എത്ര ശ്രമിച്ചിട്ടും മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. നിങ്ങളുടെ ബ്രെയിനിലെ ബിലീഫ് സിസ്റ്റമാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ബിലീഫ് സിസ്റ്റത്തിനെ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വളരെ വേഗത്തിൽ നടക്കുന്നത്. ഇതിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് നടന്നിട്ടുള്ള മറ്റു വ്യക്തികളുടെ സക്സസ് സ്റ്റോറീസ് കേൾക്കുക. അവരെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്തത്, അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത ശേഷം അവർക്ക് കിട്ടിയ സക്സസ് എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു, ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുക. അങ്ങനെയുള്ള സക്സസ് സ്റ്റോറികൾ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. നിങ്ങൾക്ക് അത് കേട്ടതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു മാറ്റവും വരാനില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ബ്രെയിൻ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ പതുക്കെ അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചിന്താതലത്തിലേക്ക് കൊണ്ടുവരികയും അതിനെ വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അത് കേട്ടിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ ബ്രെയിനിനെ അത് കേൾക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. പതുക്കെ നിങ്ങളുടെ ബ്രെയിൻ അത് വിശ്വസിച്ചോളും. അതിന് പുറകെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസും ടെക്നിക്കുകളും വളരെ പെട്ടെന്ന് തന്നെ വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ തൊട്ട് തന്നെ മറ്റുള്ള സക്സസ് ആയിട്ടുള്ള ആളുകളുടെ സക്സസ് സ്റ്റോറികൾ കേട്ട് തുടങ്ങിക്കോളും. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും വളരെ വേഗത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സക്സസ് സ്റ്റോറീസ് കേൾക്കുന്നത് നിങ്ങൾ ഇപ്പോൾ തയ്യാറല്ലായിരിക്കാം, പക്ഷെ നിങ്ങളത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബ്രെയിൻ അതിനെ പഠിക്കുകയും ശീലിക്കുകയും ചെയ്യും. നിങ്ങളൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ അതിനെ പലവട്ടം കേൾക്കുമ്പോൾ ആ വരി തനിയെ നിങ്ങളുടെ വായിൽ വരികയും നിങ്ങളത് ബൈഹാർട്ടാക്കുകയും പാടി നടക്കുകയും ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും. അവരുടെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അത് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ആ സക്സസ് നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. താങ്ക് യു.